അത് ശാപമായി മാറും. ഇത് പുതിയ നിയമസഭയ്ക്കകത്തുള്ളൊരു വലിയ ദൂത കേട്ടോ. സ്തോത്രം. ഒരു പാപി വന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയാ? മനം തകർന്ന് ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ കഴിയാതെ അപ്പാന്ന് വിളിച്ചിട്ട്, എന്റെ കുറവുകളെ അവനെ ഞാൻ മനസ്സിലാക്കുക, എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവൻ വീക്കി പൊട്ടുകയാ. സ്വയം നീതീകരിച്ച നീതിമാന്റെ പ്രാർത്ഥന തള്ളി ദൈവം. പക്ഷെ പാപിയുടെ പ്രാർത്ഥന ആര് കൈക്കൊണ്ടോ? ആ യേശു കർത്താവ് കൈക്കൊണ്ടു. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് പാപിയാണോ നീതിയാണോ എന്ന് നീ ഒന്ന് ഓർത്തോണം. സ്തോത്രം പറഞ്ഞേ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ? നീ നീതീകരിക്കപ്പെട്ടവനായി പോകണമോ? അവൻ നിനക്ക് അനുഗ്രഹം വേണോ? നിന്റെ രോഗം മാറണമോ? നിന്റെ ശാപം നീങ്ങണമോ? അവൻ നീ പാപിയായി ഇരുന്ന് കൊടുക്കേ, കുറവുള്ളവനായി ഇരുന്ന് കൊടുക്കേ, കുറവുള്ളവനായി ഇരുന്ന് കൊടുക്കേ. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നിന്നെ നീതീകരിക്കപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ വലിയ വലിയ കഷണത്തിന്റെ മുകളിൽ ഇറങ്ങിയത് റാഞ്ചൽ പക്ഷി ഇറങ്ങി. അബ്രഹാമൻ എന്ത് ചെയ്തു? അതിനെ ആട്ടി. അടുത്ത വാക്യം കൂടെ വായിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും കണ്ടോ അവന്റെ മേൽ വന്നു. ഈ അധ്യായം തുടങ്ങിയപ്പോ കർത്താവ് ഞാൻ നിന്റെ പരിച അല്ലേ, ഞാൻ അതിമഹത്തമായ ബലം. ഇപ്പൊ പറയുന്നു അബ്രഹാമിന് ഭീതി വന്നെന്ന്. ഇപ്പൊ അന്ധതമസ്സ് വന്ന് അടുത്ത്. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി കണ്ടോ, ഭീതി വരുമ്പോ പോരാട്ടം വരും, അന്ധതമസ്സ് വരുമ്പോ ഓർത്തോണം, പ്രതികൂലം വരാൻ പോവുക. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ നമ്മുടെ രാജൻ മാസ്റ്റർ സ്തോത്രം മരണപ്പാട്ടുകളൊക്കെ കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞു. എനിക്കതൊരു വിടുതലായി. ഞാനും അതിൻ്റെ അകത്ത് നിന്ന് ചില വരികളൊക്കെ എടുത്ത് ഞാൻ ആട്ടോട്ടിക്കുമ്പോൾ പാടാറുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ ഉണർത്താം. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, നേരം മാത്രം. ഇതിന്റെ പാസിന് അത് പാടാൻ പറ്റും. ഒന്ന് പാടിയാട്ടെ. നേരം മാത്രം എന്റെ നിനക്കു സ്തോത്രം കാണുന്ന യേശുവേ, നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണുന്ന സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൽവരിയായി ഞാൻ പോകുന്നു. എൻ സ്വദേശം കാൽവരിയായി ഞാൻ പോകുന്നു. സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇത് ബന്ധപ്പെട്ടല്ലേ? അങ്ങനെയും പാടാം, ഞാൻ തന്നെയേ പാടാം. ഗീതസംഘടിക്കുന്നു. ഞാൻ ഇത് രഹസ്യത്തിൽ പറഞ്ഞില്ലേ? ബന്ധപ്പെട്ടും തനിയൊക്കെ പോവും. ഹലോ, രാജൻ ബാസിനൊരു സന്തോഷം. ഈ പാട്ട് എന്തെങ്കിലും ഇവിടെ പാടുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. സത്യം. ഹല്ലേലൂയ. ബന്ധപ്പെട്ടും തനിയാണെങ്കിലും ഒരുവൻ ഒരുവനെ വിട്ടു പോയേ പറ്റൂ. ഹല്ലേലൂയ. എന്നാലും വിടണം. ചായ എല്ലാ ചായനെ വിടണം. അണ്ണ എല്ലാ അണ്ണനെ വിട്ടേ പറ്റും. സ്വോത്രം പറഞ്ഞേ. തനിയെ പോകേണ്ടി വരുമെന്ന് എത്ര വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. രാജമാസം കൊതി തീർന്നില്ല. ഒന്നുകൂടെ ഒരു വരിയുടെ പാടാൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഗാഢനിദ്ര വന്നു. ഗാഢനിദ്ര.
ഗാഢനിദ്ര. ഇന്ന് ആത്മീയത്തിൽ ഗാഢനിദ്രകൾ വന്നു പോയവർ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഈ ആരാധനയ്ക്കകത്ത്, ഈ വചന സന്ദേശത്തിനകത്ത് നീ ഉണരുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ഉണരുക. നീ ഗാഢനിദ്രയിലാണോ? നീ അന്ധതമസ്സിൽ കിടക്കുകയാണോ? നീ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? നീ ഇപ്പോഴും ചെറിയ കാര്യങ്ങൾ പുലർക്കാതിരിക്കുകയാണോ? ഹല്ലേലൂയ. ഗാഢനിദ്ര വരുത്തി വാഗ്ദത്തമുള്ളവൻ ഇപ്പൊ എവിടെ കിടക്കുക? ഗാഢനിദ്രയിൽ കിടക്കുക. എന്നിട്ട് ദൈവം തന്നില്ല, ഇവിടെ പിളർക്കാതെ പിളർന്നില്ല, ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞില്ല, ഉപേക്ഷിക്കേണ്ടത് 2024 പറഞ്ഞത് ഇന്നും ഗുണപ്പെട്ടിട്ടില്ല. എത്ര നിരപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഇന്നും പിടകകൾ മാറിയിട്ടില്ലല്ലോ, ഇന്ന് ഇത് പിളർന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഗാഢനിദ്ര വരാതിരിക്കും? ഹല്ലേലൂയ. തിരുവത്താഴത്തിന് ഭയങ്കര കഴിവല്, പിടിച്ചു കൂട്ടി കൊണ്ടുപോക്കല്, ആളെ നോക്കി കൊണ്ടുപോക്കല്, ആളെ ചുമന്നുകൊണ്ട് പോക്കല്. സ്തോത്രം, സ്തോത്രം. ഞാൻ ആലോചിക്കണത് കണ്ണ് കെട്ടാഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാ, നിങ്ങൾ ആ സമയം പ്രാർത്ഥിക്കണം. എന്റെ കൈ ആര് പിടിക്കും? എന്റെ കർത്താവ് വന്ന് എന്നെ പിടിക്കണം. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വ്യക്തികളെല്ലാം നോക്കേണ്ടത്, വ്യക്തികളെ നോക്കി ചെയ്യേണ്ട ശുശ്രൂഷയല്ലാതെ എങ്കിൽ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ശ്രദ്ധിക്കണമേ. അവൻ പത്രോസിന്റെ കാല് കഴുകേണ്ട കാര്യമില്ല, ഒരു ശിഷ്യന്മാരും കാല് കഴുകേണ്ട കാര്യമില്ല. അവൻ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി. എനിക്കും നിങ്ങൾക്കും തുല്യമായി നിൽക്കുക. വെളുത്ത കാലം നോക്കി ആരും പിടിക്കരുത്. സ്തോത്രം പറഞ്ഞേ. കറുത്ത കാലിനെ വിട്ടും കളയരുത്. ഹല്ലേലൂയ. വൃത്തിയും മെനെ നോക്കി ആരും പിടിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറയും, ഇന്ന വ്യക്തിയെ പിടിക്കാൻ അപ്പോൾ പിടിക്കണം. അവിടെ ദൂരമുണ്ട്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇവിടെ ആ മനുഷ്യനെ പിടിക്കുക. ഹല്ലേലൂയ. ആ ഒരു ശുശ്രൂഷയെ നീ പിടിക്കണം. ഹല്ലേലൂയ. കൂട്ടിക്കൊണ്ടു പോകുന്ന ആ യാത്രയിൽ ആ നീയും ആ കൊണ്ടുപോകുന്ന വ്യക്തിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പോയി. ഹല്ലേലൂയ. ആ പിടിക്കുന്ന ഒരു വ്യക്തി, അവൻ നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തീരുകയാ. അതാ കഴികൾ പ്രാപിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കൊല്ലം മുഴുവനും കഴുകിയിട്ടും നീ ഇന്നും പിളർന്നു കൊടുക്കുന്നില്ലല്ലോ. ലുദിയ പോലെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധം പറയുന്നു, ആമേൻ. നീ കഴികൾ പ്രാപിക്കേണ്ടത് നിന്റെ കാല് മാത്രമല്ല, നിന്റെ ഹൃദയത്തിനും. എല്ലാ മാസമുള്ള ഒരു പരിശോധനയാണ് കേട്ടോ ഇത്. ഇത് പുതിയ നിയമസഭയ്ക്കുള്ള പരിശോധനയാ. ഹല്ലേലൂയ. മാസം തോറും നമ്മൾ ചിലപ്പോ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആക്കും, ചിലപ്പോ ആഴ്ചയിൽ എല്ലാ ദിവസവും ആക്കും. അതൊക്കെ ദൈവം ഒരുക്കട്ടെ. കാരണം തിരുവത്താഴമില്ലാത്ത സഭയ്ക്കകത്ത് ഇപ്പൊ ഓരോ മാസം തന്നില്ലേ? സ്വത്രം പറ. സ്നാനമില്ലാത്ത സഭയ്ക്കകത്ത് ഒരു സ്നാനം തന്നില്ലേ? സ്വത്രം പറ. അതുപോലെ ഓരോന്നും വരുമെന്ന്. കൺവെൻഷൻ ഇല്ലാത്ത സഭയ്ക്കകത്ത് കൺവെൻഷൻ വരും, പരസ്യയോഗം ഇല്ലാത്ത സഭയ്ക്കകത്ത് പരസ്യയോഗം വരും, ഓൺലൈറ്റ് ഇല്ലാത്ത സഭയ്ക്കകത്ത് ഓൺലൈറ്റ് ഒക്കെ വന്നല്ലോ. ഇതുപോലെ മൈക്കൊന്നും ഇല്ലാത്ത സഭയ്ക്കകത്ത് മൈക്കിൽ എത്തണമായി. സ്വത്രം പറഞ്ഞു. ക്യാമറ നല്ലത്, ക്യാമറ പോലും ഇല്ലാത്ത ഞങ്ങളെ ഇപ്പൊ ലോകത്തെല്ലാം ലൈവ് വരെ പോയില്ലേ? സ്തോത്രം പറഞ്ഞേ. ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി. ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. ഞാൻ ഓൺ ചെയ്തപ്പോഴത്തേക്കും മൂട്ടായി പോയി. സ്തോത്രം. അത് സാധാരണ അങ്ങനെ പറഞ്ഞില്ല, ഇന്ന് എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞൂടാ, അത് മൂട്ടായി പോയി. ഞാൻ സരിതയുടെ പ്രസംഗത്തിലാണ് അത് കണ്ടത്, ശബ്ദമില്ല എന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മൂട്ടായി കിടക്കും. എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണമേ. നല്ല സ്തോത്രം ചെയ്യുന്നു. ആ ഒരു ഗാന ശുശ്രൂഷ ലെവലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് മൂട്ടായതും അറിഞ്ഞൊരു ദൈവം. സ്വർഗീയ ക്യാമറ ഉണ്ടായിരുന്നു, സ്വർഗത്തിൽ ലൈവ് പോയി. സ്തോത്രം പറഞ്ഞു. എത്ര പേർക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ആരാധന ലോകമല്ല കാണാൻ, കണ്ടോട്ടെ, പക്ഷെ സ്വർഗത്തിൽ അപ്പൻ കാണണം. സ്തോത്രം പറ. നമ്മുടെ കയ്യടിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ നമ്മുടെ സ്തോത്ര
സ്വരവും സ്തുതിയും അളക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആരാധന അന്തരീക്ഷം കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അന്യഭാഷയുടെ തലമറിയുന്ന ഒരു ദൈവമുണ്ട്. അതാരും മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ ആമേൻ ഈവനിങ്ങിനായപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. ഭീതിയും അന്ധതമസ്സും വീണ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിരിക്കും, മക്കളെ ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. സ്തോത്രം പറഞ്ഞു. നിങ്ങൾ യൗവനത്തിലെ സങ്കീർത്തനം പറഞ്ഞെന്താ? മഞ്ഞുതുള്ളി പോലെയാ. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ലഭിക്കുന്ന സമയം ആഴ്ചയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്നു, നമ്മൾ മിണ്ടണം. ദൈവത്തോട് മിണ്ടാനാണ് ഇവിടെ വരുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ യൗവനത്തിലെ മഞ്ഞുതുള്ളികളാ, അത് മറക്കരുത്. ഇവിടെ പരിശുദ്ധം പറയുന്നു ആമേൻ ഹല്ലേലൂയ. അന്ധതമസ്സും ഭീതിയും അബ്രഹാമിന്റെ മേൽ വീണെങ്കിൽ നമ്മുടെ മേൽ വീഴത്തില്ലേ? പറ. ഭീതിയും അന്ധതമസ്സും അബ്രഹാം പിളർക്കാത്തത്, അവൻ പിളർക്കേണ്ടത് പിളർക്കാതെ വന്നപ്പോ വീണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഭീതി വന്ന, അയ്യോ ഭീതി, ഭയം. സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിനകത്ത് ജയമെടുക്കേണ്ടവർ ഈ വചനത്തിൽ ജയമെടുത്തോണം. പിളർക്കാത്തത് ചെറു കുറുപ്രാവിനെ, നീ ഒരു പക്ഷിക്കുഞ്ഞിനെ പിളർക്കാത്തത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ പറയുന്നു, ചെറിയ കാര്യത്തിൽ പോലും നീ വിശ്വസ്തനായിരിക്കണം. 1 രൂപയിൽ നീ വിശ്വസ്തയായിരിക്കണം. ഇല്ലേ പാസ്റ്റേ, നിനക്ക് കാണുന്നതിന് ഉറപ്പാ, നിനക്ക് അന്നദവസം ഉറപ്പാ. 700 ശമ്പളമാണെങ്കിൽ സ്തോത്രം 5 ദിവസമുള്ളൂ. 735, 3500, 350 രൂപ വരണം ആഴ്ചയിൽ. ഇല്ലേ, ചെറിയ ഉളുക്കൊക്കെ വരും, ചില വയറുവേനൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. സ്തോത്രം. അരുവിക്കര ഭാഷയാണ് നരവിനി. സ്തോത്രം. പിന്നെന്തിനാണ് സ്തോത്രം? നീ ഉണ്ട് അരുവിക്കര ഭാഷ. സ്തോത്രം. ഞാൻ ഒന്നും പറയില്ല. നീ 1 രൂപ പിളർന്ന് സ്തോത്രം 10 പൈസയിനകത്ത് വരണം. 100 രൂപ പിളർക്കണം. നീ 10 രൂപയുടെ വരണം. പിടി കിട്ടിയോ? അല്ലെങ്കിൽ നിന്റെ സാമ്പത്തികത്തിൽ അന്ധകാരം വന്ന് കയറും. സ്തോത്രം പറ. അമ്മേ, നിന്റെ സാമ്പത്തികത്തിനകത്ത് ഒരു ഭീതി കാണും. ഹല്ലേലൂയ. നിന്റെ ആത്മീയത്തിനകത്ത് ഭീതി കയറി വരും. ഹല്ലേലൂയ. കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാലും ഭീതി കയറും. ഹല്ലേലൂയ. സ്തോത്രം. 5 മുട്ട ഇടുമ്പോ 10 മുട്ട കിട്ടുമ്പോ 1 മുട്ട ഇങ്ങ് വരണം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. 10 കിലോ അരി വാങ്ങിക്കുമ്പോ 1 പിടി അരി ഇവിടെ വരണം. നീ പിളർന്നേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. വർഷത്തിൽ ഒരു തോർത്തെങ്കിലും നീ ഒന്ന് പിളർക്കേ. വർഷത്തിൽ ഒരു തോർത്തെങ്കിലും ഒരു അമ്മാമ്മയ്ക്ക് നീ വാങ്ങിച്ചു കൊടുക്കേ. ഇവിടെ പാദം കഴിയാന്നപ്പോ തുടയ്ക്കുന്നുണ്ടല്ലോ, ഒരു തോർത്തെങ്കിലും ഒരു കൊല്ലം വാങ്ങിക്കേ. 20 രൂപ മുടക്ക്. അങ്ങനെയെങ്കിലും പിളർക്കേ നീ. ഹല്ലേലൂയ. വിധവമാരുണ്ടല്ലോ, ഒരു സാരി വാങ്ങിച്ചു കൊടുക്കേ. ഈ കൊല്ലം തീരാൻ പോവല്ലോ, ഒരു സാരി ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറ. സാക്ഷാൽ വിധവയ്ക്ക് വാങ്ങിക്കാം. ഭർത്താവിന് ജീവിച്ചിരിക്കണ വിധവമാരല്ല ഞാൻ പറയണം, സാക്ഷാൽ വിധവമാര്. സ്വത്രം പറഞ്ഞേ. ആമേ. യഥാർത്ഥ സാക്ഷാൽ വിധവമാരൊക്കെ പല്ലും കാണിച്ച് ചിരിക്കണ. ഞങ്ങളെ സെലക്ഷനായേ എന്ന് പറഞ്ഞ അണ്ണന്മാരെ പിറകെ പോവുകയും ചെയ്യും. അതാണ് സാക്ഷാൽ വിധവ. സ്വത്രം പറഞ്ഞേ. അമ്മേ, പാസ്റ്റർ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആ സഹോദരിക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കേ. അടുത്ത് തന്നെ പറയില്ല. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ കല്ലാറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിനേറെ ഒരു പാസ് ഇവിടെ വെള്ള തുണി കൊണ്ട് തുടയ്ക്കണം, ഒരു കർച്ചി പാഞ്ചു കൊടുക്കാൻ, ഒരു 10 രൂപയുടെ കർച്ചീപ്പ് നീ പിളർക്കാൻ. നീ 1 കൊല്ലം നല്ലതുപോലെ നീ തുണി അങ്ങോട്ട് വാങ്ങിച്ച് തള്ളയാണല്ല, ഒരു കർച്ചി വാങ്ങിച്ച് തള്ളു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതൊക്കെ വിടുതലാണെന്ന്. ഇതാ നീ പിളർക്കേണ്ടത്. ചെറിയ കുറുപ്രാവിനെ പിളർന്നില്ലെന്ന്. ഹല്ലേലൂയ. അടിക്കടിക്ക് 150, 156, 160
സാരി നീ അടുക്കലുണ്ടല്ല, മറഞ്ഞു വീണ് നീ ചാവും. ഒന്ന് നീ ആർക്കെങ്കിലും കൊടുക്ക നീ. Praise the Lord. Hallelujah. ഇവിടെ അതിനൊരു വിടുതലുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചാക്കില് കൊടുത്ത ഒരാൾ അതായിരിക്കണം. എന്റെ ഭാര്യ കൊണ്ടുവന്ന് 2-3 ചാക്ക്. വെറുതെ പറയും, ഞങ്ങൾ കൊണ്ടുവന്ന കാര്യം അതാ. ദേവദാസ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ചാക്കില് ചുവന്നത് കൈ കണക്കും. ഹല്ലേലൂയ. ആ ഒരു സീസണിൽ 2-3 കൊല്ലം എന്റെ ഭാര്യ വന്ന് ഹല്ലേലൂയ സ്തോത്രം എന്റെ കവറിലെല്ലാം നോക്കണം. പാലും അല്ലെങ്കിൽ മുട്ടയൊന്നും മാച്ചത് മാവൊന്നുമല്ല, ഇന്ന് വല്ല കിട്ടിയിട്ടുണ്ട് ചാക്കില്. ചാക്കിന്റെ ഒരു സീസൺ ആയിരുന്നു. ചാക്ക് വന്ന് തുടങ്ങിയപ്പോ പിന്നെ ആ സീസൺ ചാക്ക് തന്നെ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഈ വർഷം തീരാൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. നീ കുറുപ്രാവിനെ പിളർക്കെ, പക്ഷികളെ പിളർക്കെ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഒന്ന് മാനിക്കട്ടെ. നിന്നിലുള്ള ഗാഢത മാറട്ടെ, നിന്നിലുള്ള അന്ധതകൾ മാറട്ടെ, നിന്റെ കുടുംബത്തിനകത്തുള്ള ഭീതികൾ മാറട്ടെ. ഇതൊക്കെയാണ് തോന്നുന്നതിനകത്തുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ പിളർക്കേണ്ടതിന് പിളർന്നില്ല. 10 വിശ്വാസികൾ 10 കർച്ചീഫ് വാങ്ങിക്കൊണ്ടിരുമ്പോ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് അനുഗ്രഹമായിരിക്കും. മൂക്കളെ പിഴിയാൻ നേരത്ത് ഒട്ടല്ലോ നല്ല കർച്ചീഫ് വാങ്ങിക്കൊണ്ട് വരണം. പിടി കിട്ടി. അല്ലാതെ 10ന്റെ തക്ക അങ്ങനെ എന്തായാലും വാങ്ങിക്കാം. 10ന്റെ അതല്ല, നല്ല വൈറ്റ് ആണെങ്കിൽ ഏതാണ്ട് 150 രൂപ ആവും. അങ്ങനത്തെ കർച്ചീഫ് വാങ്ങിച്ചേരും. എന്ത് മാസ്റ്റർ അല്ലേ? ഞങ്ങൾ 2 മാസ്റ്റർമാരുണ്ട്. 150-200 രൂപ നല്ലൊരു കർച്ചീഫ്. നോക്കറിയാലല്ലേ മക്കളെ? നല്ല വൈറ്റ് എത്ര രൂപ? നല്ല വൈറ്റിനല്ലേ? നല്ല കോട്ടൺ നോക്കും തരാം. സ്വത്രം. ഹല്ലേലൂയ. ഉള്ള കാര്യം ഞങ്ങൾ അങ്ങനെ. ഞാൻ നോക്കിയപ്പോഴത്തെ എന്റെ അനിൽകുമാർ പാസ്റ്ററെ മൊത്തം ഒരു തോർത്തും കൊണ്ട് കുളിക്കുന്നു. പുള്ളിയുടെ വയറന്നെ ഈ കണക്കുന്നു. ഇവിടെ എത്തൂല. ഇവിടെ എത്താൻ തന്നെ വലിയ അമ്മയ്ക്ക് അമ്മ വാഴയുടെ ഇടയിൽ കൂടെ ഒക്കെ ഒളിച്ചാണ് പാസ്റ്ററെ കുളിയില്ല. വേറെ കുളിമുറിയെ തന്നില്ലെന്നേ ഓല. പാസ്റ്ററിന് ഞാൻ അന്ന് തന്നെ 2 തോർത്ത് വാങ്ങി. മൊത്തം തോർത്തുന്നേ നിവർത്തിയില്ലെന്ന്. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ വന്ന് തോർത്തുകളൊക്കെ പരിശോധിക്കണം നിങ്ങൾ. മൊത്ത വല്ലതാണെങ്കിൽ 2 തോർത്തൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, മുട്ടു തീർക്കുന്നവരാകട്ടെ ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. ദൈവമക്കളുടെ മുട്ടു തീർക്കുന്നവരാകട്ടെ. പറ്റുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത് നിശ്ചയം ഒരു വിടുതലാകും. ദൈവം മാനിക്കട്ടെ. പിളർക്കേണ്ടത് പിളർന്നാൽ അന്ധതമസ്സൻ മാറും. ആമേൻ. പിളർക്കേണ്ടത് പിളർന്നാൽ ഭീതികൾ അകന്നു പോകും. പിളർക്കേണ്ടത് പിളർന്നാൽ കുടുംബത്തിനകത്ത് നിന്ന് ഭയങ്ങൾ അഴിഞ്ഞു മാറും. എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? അബ്രഹാം പിളർക്കേണ്ടതിന് പിളർന്നില്ല, ഗാഢനിദ്ര വന്നുവെന്ന്. ആമേൻ. അടുത്ത പുതിയ കൂടെ വായിച്ചു നമുക്ക്. അപ്പോൾ ദൈവം അബ്രഹാമിനോട്, കണ്ടോ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരന്റെയും സേവിക്കും. ഒന്നാമത്തെ ശാപം. സ്വത്രം പറ, സ്വത്രം പറ. പിളർക്കാത്തത് പിളർന്നാൽ. കഴിഞ്ഞ ആഴ്ച ശാപത്തിന്റെ വിഷയമായിരുന്നല്ലേ? ഒന്നാമത്തെ വിഷയമാ. നീ പിളർക്കേണ്ടത് പിളർന്നില്ലെങ്കിൽ നിന്റെ സന്തതി പോക്ക. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ സന്തതി പ്രവാസികളായിട്ട് പോകും. ഏവന്റെങ്കിലും പീഡനത്തിനകത്തായിരിക്കും സന്തതി കിടക്കുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും മരുമോന്റെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മരുമോളെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മായിയമ്മയുടെ ചെറിക്കുത്തിൽ കിടക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്മാരെ കൂടെ, അല്ലെങ്കിൽ ആദ്യം ജയിലിനകത്ത് അടിമയായിരിക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്തിനേറെ പ്രസനിൽ നിന്ന് അമ്മ ജയിലിന്റെ വണ്ടികളൊക്കെ പോകുമ്പോ ആശുപത്രി കൊണ്ടുവരുന്ന ഓരോ പയ്യന്മാരെ കണ്ടു നോക്കും. അട്ടയ്ക്കകത്ത് നല്ല സുന്ദര പയ്യന്മാരെ കൊണ്ട് കയറ്റിയപ്പോഴാണ് 2 കയ്യിൽ വെച്ചോണ്ട് ഇങ്ങനെ വിലങ്ങ് നല്ല സുന്ദര പയ്യന്മാർ. അടിമത്വത്തിലേക്ക് പോകുന്ന ഒരു തലമുറ. ഹാലേ. പീഡന കേസിൽ നല്ല സുന്ദരിമാര്. ഇവളുമാർക്ക് എന്തിന്റെ കേട്? ഹാലേലൂയ. അടിമത്വത്തിലേക്ക് പോകുന്ന തലമുറകൾ. സ്വത്രം പറ. നിന്റെ സന്തതി അടിമത്വത്തിലേക്ക് പോകുമെന്ന്. ചെയ്യാത്ത കുറ്റം കൂട്ടുപ്രതി തീർന്ന 10 കൊല്ലം ജയിലിൽ തീർന്ന അടിമത്വം ആയ പറ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ അടിമത്വത്തിലേക്ക് പോകും സന്തതികൾ. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പറഞ്ഞേ. അമ്മേ, കല്യാണം കഴിഞ്ഞു, തലമുറയില്ല, അതൊരു അടിമത്വമാ. കല്യാണം കഴിഞ്ഞു, സ്വസ്ഥതയില്ല, ഭർത്താവിനെ
അതൊരു അടിമത്തവാ. കല്യാണം കഴിഞ്ഞ് ഭാര്യയെ കൊണ്ട് സ്വസ്ഥത അതൊരു അടിമത്തവാ. ആമേ. നിന്റെ സന്തതികളല്ലാത്ത ദേശത്ത്, നിന്റെ ബന്ധുമിത്രാദികളില്ലാത്ത ദേശത്ത്, നിന്റെ ചാർച്ചക്കാരില്ലാത്ത ദേശത്ത് നിന്റെ സന്തതി ബന്ധനത്തിൽ കിടക്കും. കണ്ടോ? ഇതാണ് ഒന്നാമത്തെ ശാപം. ഇത് അഴിയണം. ഇതിനകത്തുണ്ടെങ്കിൽ അഴിയണം. ഏതെങ്കിലും പൂട്ടിനകത്ത് നമ്മുടെ സന്തതികൾ കിടക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ, അത് ആണായാലും പെണ്ണായാലും ഏത് പട്ടണമായാലും ദേശമായാലും നിയമ കുരുക്കാണെങ്കിലും നമ്മുടെ സന്തതികളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ഈ പിളർക്കേണ്ടത് പിളർക്കേ. ഉണരേണ്ടത് ഉണരേ. എനിക്ക് തന്നൊരു വെളിപ്പാടിന്റെ ആളതാ വരുന്നത്. സത്യം. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, സ്തോത്രം, ചന്ദ്രൻ വരുമെന്ന് പറഞ്ഞു. കാരണം നല്ല മഴയും. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, പുള്ളി ഇന്ന് വരുമെന്ന് ദൈവം എന്നോട് പറഞ്ഞതാണ്. ആദ്യത്തെ പാട്ട് പാടിയപ്പോ എന്നോട് ദൈവം പറഞ്ഞു, ചന്ദ്രൻ എന്ന് വരുമോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇരുന്നല്ലേ? ഹല്ലേലൂയ. അപ്പോ ഒന്ന് അന്ധതമസ്. ഹലോ, ഒരു വിശ്വാസിക്ക് ഒന്ന് അന്ധതമസ് ഇല്ലല്ല. അതേ ഇരുന്നു, കുഴപ്പമില്ല. അതാണ് സേഫ്. ഇരുന്നോ. ഒരു മുർദ്ദക്കായ വാതിൽ കാവൽക്കാരൻ. സ്വത്രം യഹൂദ വംശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാനാണ്. എസ്തറിന് വേണ്ടി അങ്ങനെ രാജസന്നിധി വരെ എത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ള മുർദ്ദക്കായ. സ്വത്രം നമ്മുടെ എല്ലാവരും പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് അന്ധകാരം മാറണം, ഭീതി മാറണം, ഗാഢത മാറണം. ആത്മീയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സ്വത്രം പിളർക്കേണ്ടത് പിളർന്ന് മാറ്റുക. അയ്യോ, എന്നും പ്രതികൂലം തന്നെ. ആ പ്രതികൂലം മാറാൻ പോവാ. പിളർക്കേണ്ടത് പിളർന്നു കൊടുക്കേ. സ്വത്രം ആകേണ്ടതാണ് നീ ആയി കൊടുക്കേ. ഇവിടെ ദൈവാത്മ പറയുന്നു, ആമേൻ. അവർ ഹല്ലേലൂയ. പ്രവാസികൾ 400 വർഷം പ്രവാസത്തിലായിരിക്കും നിന്റെ സന്തതി, സ്വന്തമല്ലാത്ത ദേശത്ത്. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ദോഷമില്ല, ഒരു പ്രശ്നമില്ല. മക്കൾ വരച്ച നിങ്ങളെ കൊണ്ടൊരു പ്രശ്നമില്ലല്ലോ. ഒരു സൈഡിൽ നിന്ന് വരച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സമയമുണ്ട്. യേശു പറയും, പൈതങ്ങളെ വിടുവിൻ, അവരെ തടുക്കരുത്. അവരെ തടുക്കരുതെന്ന് പറയുന്ന ഒരു സമയമൊക്കെ വരാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. കാരണം ഇത്രയേറെ ഉപവാസത്തിനൊക്കെ എന്റെ മക്കള് ഞാൻ കൊണ്ടുപോകാൻ നേരത്ത് എവിടെ എങ്ങനെ ഇരിക്കണമെന്ന് എന്റെ മക്കൾ ആദ്യത്തെ മാതൃക, ആദ്യത്തെ വരപ്പയാവുന്നതാണ്. പിന്നെ അടുത്തിരിക്കുന്നവർ വരയ്ക്കും. വേറൊരു വരപ്പ് വരെ കാണാൻ ഇവിടെ ഇരിക്കും. അത് അണ്ടർഗ്രൗണ്ടിലാണ്. അതെ, നമ്മൾ ചെന്ന ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നത്, ആ പട്ടണത്തിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രതികൂലം നമ്മളെ നേരെ നിൽക്കും. നമ്മുടെ പിള്ളേർ അവിടെ ചെന്ന് ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാനാണ് നോക്കുന്നത്, ഇവിടുന്ന് എന്തെങ്കിലും ചുമക്കാനാണ് നോക്കുന്നത്. അമ്മേ, ഇന്നലെ ആഴപ്പാറ റൂട്ടിലേക്ക് കല്ലാറ് പോകാൻ ഇപ്പൊ ഇങ്ങനെ പോയിട്ട് റോഡ് പണി നടക്കുക. ഏതൊരു പാലത്തിന്റെ പേര് വന്നു. ഇപ്പൊ ഇങ്ങനെ പോകണം. നേരത്തെ കാട്ട് റൂട്ട്. ഇന്നലെ രാത്രി ശരീരം വയ്ക്കുന്ന ആന കൊണ്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങളുടെ മൂത്ത കാർ ഇങ്ങനെ കൊണ്ട് വരെ അങ്ങനത്തെ ഒരു ഏരിയ കൂടെ നമ്മൾ വളർച്ചു വിട്ടത്. സ്വന്തം 5 കിലോമീറ്റർ ചുറ്റിപ്പോണം. ഹല്ലേലൂയ. അപ്പോ ഒരു ദൈവപൈതൽ ഉറങ്ങിയല്ലേ ചെയ്യേണ്ടത്? വണ്ടിക്കകത്ത് പ്രാർത്ഥിക്കണം. എന്റെ പപ്പ ഓട്ടിക്കുന്ന വണ്ടി കുടിക്കകത്ത് വീഴും, പ്രാർത്ഥിക്കണം. അത് കയറി വരുന്നതേ ഉള്ളൂ. പക്ഷെ നീ അങ്ങനെയല്ല. വർഷിപ്പിലിട്ട് ചെയ്യുന്ന ഒരു പയ്യനാ അല്ലേ? താളം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാം കുഴയും. സ്തോത്രം. കുറെ നാളുകൊണ്ട് താൻ ആഗ്രഹിക്കുക. ടെക്നിക്കലൊക്കെ നല്ല മൈൻഡാ. സ്തോത്രം. ഞാനും ആലോചിക്കും ഇതെങ്ങനെ പൊക്കാം. ഇന്ന് പുള്ളിയാണ് പൊക്കിയത്. പ്രത്യേക രീതിയിൽ താഴെ കൊണ്ടുപോയി സംഗതികളൊക്കെ നിറച്ചുകൊണ്ട് വന്ന് ഇതിനെ ഇപ്പൊ ഈ ലെവലിൽ നിർത്തിയിരിക്കുക. കണ്ടില്ലേ? ഇവിടെ വരും, ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ മുഖത്ത് എല്ലാവർക്കും കിട്ടും. ഇതൊക്കെ ഇപ്പൊ താഴെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നല്ല കാര്യം. പക്ഷെ ആത്മീയ കാര്യം വരുമ്പോ ബൈ സീരിയസ്.
ദൈവം പറഞ്ഞു പിളർക്കേണ്ടതിന് പിളർക്കണം. ആരാധന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന ചെല്ലുമ്പോ, അവിടെ നിൽക്കുന്ന ഗോലിയാത്ത് വെറുതെ നിൽക്കുന്ന വാദം കൊണ്ടാ നിൽക്കണം. അപ്പം വന്ന് നമ്മുടെ പിള്ളേരെ അല്ലെങ്കിൽ വെട്ടും, വണ്ടിയെ വെട്ടും. പൗലോസും ശീലാസും അവർ ഒത്തുപോയപ്പോ ഒരുമിച്ച് അവർ കണ്ട വിടുതലെ വെളിച്ചപ്പാടത്തിയുടെ അവൻ ഭൂതം വിട്ടുപോയി. അവർ ഒറ്റക്കെട്ടായിട്ടാ നോക്കിയത്. സ്വന്തം പറ, ആമോസ് നാടി പറയുന്നത് രണ്ടുപേർ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കാനേ പറ്റത്തില്ല. 4 പേര് മീറ്റിങ്ങിന് പോയാ ഒരു മനസ്സോടെ പോണം. 10 പേര് പരസ്യത്തിന് പോയാൽ 10 മനസ്സല്ല, ഒരു മനസ്സോടെ പോണം. 5 പേര് ട്രാക്ക് മിനിസ്ട്രിക്ക് പോയാൽ 5 ഒരു മനസ്സോടെ പോണം. 3 പേര് പാടാൻ നിന്നാ ശ്രദ്ധിക്കണേ, 3 പേര് പാട്ട് പാടാൻ നിന്നാ ഒരു മനസ്സോടെ നിൽക്കണം. ഇന്ന് ഞാൻ നോക്കിയപ്പോ സരിതയുടെ ശബ്ദം ഒന്ന് വേറിട്ട് നിൽക്കുന്നു. ശബ്ദം അടഞ്ഞുകൊണ്ടാണ്. അപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനെ അകത്തോട്ട് വായിക്ക് അകത്ത് കയറ്റല്ല, ശകലം വിട്ട് പാടും. ഇതൊക്കെ ജ്ഞാനം വേണം. അപ്പം വിട്ട് പാടണം. നമ്മുടെ ശബ്ദം പാടുന്നത് അറിയാം, നമ്മുടെ ശബ്ദം ഇടറാതെ നോക്കണം. കൂടുതൽ വോയിസ് ഉള്ളവർ കൂടുതൽ കേട്ടി പാടണം. സ്വന്തം പറഞ്ഞ് ഇതിനൊക്കെ നമുക്ക് താഴ്ന്ന വ്യാപാരമുണ്ട്. മിമിക്രിയില് ചില ശബ്ദങ്ങൾ എനിക്ക് മൈക്കിന്റെ അടുത്ത് വെച്ച് ഇത്രയും ചില ശബ്ദങ്ങൾ പറഞ്ഞേ പറ്റൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ചോദിക്കാം. ചില ശബ്ദങ്ങള് ബൈജു സിനിമാ നടൻ ബൈജുവിന്റെ ശബ്ദം ഇത്ര അടുത്തേ പറഞ്ഞാലേ പറ്റുള്ളൂ. പഞ്ഞ് കടിച്ചു പിടിച്ച് പറയാം. എന്നാൽ മമ്മൂട്ടിയുടെ ഇത്ര ദൂരം മാറി ഇടിവിട്ടോടെ പറയാം. പറഞ്ഞൊരു കാര്യം, അവിടെയൊക്കെ നമ്മൾ ക്രമീകരിക്കണം. 3 പേര് ഐക്യതയിലായിരിക്കും. ബാൻഡുകാരും മേളക്കാരും അവരും ഒരേ ലെവലായിരിക്കണം, ബാലൻസ് ആയിരിക്കണം. സ്തോത്രം. അല്ലെങ്കിലേ ആരാധനക്കകത്ത് ശ്രദ്ധിക്കുന്ന അന്ധകാരം വന്നിറങ്ങും, ബ്രാൻഡിന് വന്നിറങ്ങും. പാട്ടുകാർ ഒരു താളം, പാടിക്കാർ വേറെ താളം. ഒരുമിച്ച് ബാലൻസായി വരണം. ആരാധനയ്ക്ക് അതിന്റെ മഹിമയുണ്ട്. ഞാൻ ഇന്ന് 4 പേർക്ക് പ്രാർത്ഥന ഉണ്ട്. സ്തോത്രം. കുറച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, കൂടുതൽ പ്രാർത്ഥിച്ചവരുണ്ട്. ദൈവം മാലിക്കയ്ക്ക് അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൈവായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് പ്രാധാന്യം വരുന്ന ശുശ്രൂഷകൾ മാത്രം പരമാവധി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചെന്ത് ചെയ്യണം? നമ്മൾ അവസാനിപ്പിക്കും. സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ പവർ എന്ന് വെച്ചാൽ പവറാണ്. ബാക്കി വിഷയങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വിഷയങ്ങൾ മാത്രം ചെയ്യണം. അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മറുപടികൾ. ഞാൻ ഓരോരുത്തരും വിളിച്ചു വരുത്തുന്ന കാര്യം മറ്റൊന്നുമല്ല, ഓരോ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ആരാധന സ്ഥലത്ത് വരട്ടെ. എനിക്ക് സിന്ധുസിന്റെയും ദേവദാസിന്റെയൊക്കെ പ്രാർത്ഥന ഇഷ്ടമാണ്. ഞാൻ പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ ഉൾപ്പെടുത്തുന്ന കാര്യം എന്നറിയാമോ? മറ്റുള്ളവർക്ക് പ്രാർത്ഥന ഒന്ന് പഠിക്കാനും കൂടെ. ഈ 3 പേര് ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ വിളിക്കാത്തത് അവർ 3 പേര് മണിക്കൂറോളം നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ഗാന ശുശ്രൂഷ. ഇന്നിപ്പോ പ്രഭുകുഞ്ഞമ്മെ വിളിച്ചു, നാളെ ഇനിയിപ്പോ കുമാരിനെ വിളിക്കും, അടുത്ത സോഫി സഹോദരിയെ വിളിക്കും, ഇനിയിപ്പോ അമ്മൂനെ വിളിക്കും, നീതുമോളെ വിളിക്കും, ജസീന്തമ്മെ വിളിക്കും, ചന്ദ്രപദനെ വിളിക്കും, സൂര്യ സഹോദരി വിളിക്കും. സ്വന്തം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥന ശൈലി അതിനകത്തും അന്യായ അഗ്നി ഇറങ്ങരുത്, ഭ്രാന്തൻ ഇറങ്ങരുത്. തങ്കമ്മ അടക്കം വിളിക്കും. സ്തോത്രം പറഞ്ഞ് എനിക്ക് എന്നെ മാത്രം വിളിക്കില്ല പാസ്, വിളിക്കും. അങ്ങനെയുള്ളവരെയും വിളിക്കും. സ്തോത്രം. പാസ്റ്റിന് ചില ആൾക്കാർ ഉന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഉന്നൊക്കെ പണ്ടേ ഇല്ലായിരുന്നു. പണ്ടേ എറിയണ ഒരു മാഗയ്ക്ക് എറിയണത് പോണതല്ല വേറെ. പണ്ടേ എനിക്ക് മനസ്സിലായി ഉന്നമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും ഇടയ്ക്കൊരു പൂച്ച അടിച്ചപ്പോഴും പൂച്ചക്കാടി എന്ന് കൊണ്ടിരുന്നു. കൊണ്ടാരെ പറയും, പൂച്ച കറക്റ്റ് മെയ് വിളക്കത്തോടെ ചാടി വെച്ചാൽ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ. പക്ഷെ വചനത്തിനകത്ത് എനിക്ക് നല്ല ഉന്നമുണ്ട്. ദൈവാനുടെ കൃപ.
സ്വന്തം പറഞ്ഞാട്ടെ. അതുകൊണ്ട് അബ്രഹാം പിളർക്കേണ്ടതിനെ പിളർക്കാത്തത് കൊണ്ട് ഗാഠനിദ്ര വന്നു. ആമേൻ. ഭീതി ഉള്ളിനകത്ത് വന്നു. അന്നദവസ് അകത്ത് കയറി. ഇത് അബ്രഹാമിന്റെ വിഷയമാണെങ്കിൽ ഇത് നമ്മുടെ കൂടെ വിഷയമാണ്. ഇത് ഒന്നുകൂടെ പറയും, നമ്മുടെ ആലയത്തിന്റെ കൂടെ വിഷയമാണ്. ഇത് നമ്മുടെ വീടിനെ കൂടെ വിഷയമാണ്. നമ്മുടെ സന്തതിയും കൂടെ വിഷയമാണ്. സ്വന്തം ദേശത്ത് നിൽക്കാൻ പറ്റാതെ പ്രവാസത്തിലേക്ക് 400 കൊല്ലം പോകും. സന്തതികളെ പിടിച്ചോണേ. നമ്മുടെ പ്രവാസികളെ പിടിച്ചോണ്ട് പോകരുതേ. അടിമത്വത്തിലേക്ക് കൊണ്ടുപോകരുതേ. അവർ അന്യായാക്കി ഇറങ്ങരുതേ. അവരെ നേരെ ഇറങ്ങരുതേ. അതിനും കൂടെ ദൈവമക്കളെ ആ നിയോഗത്തോടു കൂടി ഇന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കയറി വരണം. ഇതിന്റെ അടുത്ത ഭാഗമായിരിക്കും അടുത്ത് ശുശ്രൂഷിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇനി ഈ പക്ഷികളെ പറ്റി പറയുന്ന ഒരു തെളിവുകൂടെ പുതിയ നിമിത്തം യേശു കർത്താവ് ആമേൻ പൊൻവാണിഭക്കാരെയും പക്ഷികളെ വിൽക്കുന്നവരൊക്കെ എടുത്ത് വെളിയിലിറങ്ങി. സ്തോത്രം പറഞ്ഞേ. പുതിയ നിമിത്തിനകത്തെ ആലയത്തിന്റെ അടുത്ത് വെളിയിലിറങ്ങി. സ്തോത്രം പറഞ്ഞേ. ആമേൻ. ആ കർത്താവ നമ്മൾ ആരാധിക്കുന്നു. കച്ചവടമൊന്നും വേണ്ട. സ്തോത്രം പറഞ്ഞേ. ഇതിനകത്ത് ഒരു കച്ചവടവും വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഏജിയില് 2 ലക്ഷം രൂപയ്ക്ക് പൊന്നിയൂർ ഏജിയിൽ കഴിഞ്ഞ കൊല്ലം സ്തോത്രം ലേലവും. എനിക്കറിഞ്ഞു ഏത് വചനാണ് ഇത്. സി എസ് എ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പപ്പയും ലേലത്തിന് കൊണ്ടുപോകും, വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. പെന്തക്കോസ്തിനകത്ത് ലേലം ഫണ്ടിന് വേണ്ടി കള്ളന്മാരെ പുകയാക്കിയില്ലേ. സ്തോത്രം. നേരത്തെ പറഞ്ഞതേ ഏജി ചർച്ചിലെ കാര്യമാണ്. സ്തോത്രം. 60,000 യാഗമെടുത്തിന് ഓടിക്കൊണ്ട് പോയത്. 3 താക്കോലുള്ള 6 ഏക്കറില്ല. എന്നാ കൂട്ടിക്കണക്കണം. അപ്പൊ ഇവന്മാരാരുടെ കൊണ്ടുപോയത് പറഞ്ഞേ. ചർച്ചിനകത്തുള്ള പെട്ടിക്കകത്ത് സൂക്ഷിച്ച ഫണ്ട് ദൈവമക്കളുടെ ദശാംശം. അത് അവിടെ ദശാംശം ഫണ്ടിലേക്ക് പോകും, ഭാഷനല്ല. സ്തോത്രം. മുപ്പല്ലി കൊണ്ട് ഓപ്പണി മേഘാസ് കുത്തിയെടുക്ക പോലെ കുത്തിയെടുക്കുക. പാസ്റ്റർമാരിപ്പോ കുത്തിയെടുപ്പേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നല്ലതിനെ പാസ്റ്റർമാർക്കും മദർമാർക്കും കൊടുക്കാനുള്ളതല്ല. മുപ്പല്ലി. അത് മുപ്പല്ലി ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ അറിഞ്ഞൂല. ഞാൻ ആകെ ചോദിച്ചു വാങ്ങിച്ചു. നിങ്ങളെക്കാളും കവിഞ്ഞ് പായസം വന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അറിഞ്ഞൂല. ഇഷ്ടേ എനിക്കൊരു പായസം തന്നെ. അത് ഞാൻ വാങ്ങിച്ചു. അത് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ചോദിച്ച് വാങ്ങിക്കാറുള്ളൂ. ഇല്ലാത്തത് നിങ്ങളെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. മുപ്പല്ലി കൊണ്ട് ആരും കുത്തിയെടുക്കല്ലേ. മുപ്പല്ലിക്കാരെയൊക്കെ നോക്കിക്കാണേ. ഭക്ഷണം പോലെ കണ്ടുവിട്ടല്ലേ. ഏത് വന്നല്ലേ തരാൻ പറ്റുമോ? സ്വതന്ത്രം പറഞ്ഞു. ഹല്ലേലൂയ. 7 പുരോഹിതന്റെ മക്കള് യാഗപീഠത്തിൽ കൊടുത്ത എല്ലാ യാഗവസ്തുവിന്റെ നല്ലതിനെ മേധസ്സിനെ കുത്തിയെടുത്ത് ചാപ്പാടടിക്കും. കണ്ടോ? പുതിയ നിയമ സഭയ്ക്കകത്ത് കള്ളന്മാരെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് യെരൂശലേം ദേവാലയത്തിന് ആ പ്രാവ് കുഞ്ഞുങ്ങളെ വരെ പുറത്തെടുത്ത് കളഞ്ഞു. ചാട്ടവാറുകൊണ്ട് എല്ലാത്തിനും അടിച്ചു കളഞ്ഞു. അതാണ് നമ്മുടെ യേശു കർത്താവ്. സ്തോത്രം പറ. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ചാട്ടവാറടിക്കുന്നത് പാസ്റ്റർമാരല്ല, മോള. ചാട്ടവാറടി ഞാനും നിങ്ങളും കൊള്ളരുത്. സ്തോത്രം പറഞ്ഞേ. ദൈവഹിതമില്ലാത്ത ഒരു കച്ചവടം നമുക്ക് ആലയത്തിൽ വേണം. ദൈവഹിതമില്ലാത്ത ഒരു ഇടപാടും നമുക്ക് ആലയത്തിൽ വേണ്ടത്. അവൻ കർത്താവ് നോക്കുമ്പോൾ അത് കച്ചവടക്കാരെ കൂട്ടത്തിലാകരുത്. ധനം ഉണ്ടാക്കുന്ന ഒരു മാർഗമല്ല ആലയം. നിത്യജീവന്റെ മൊഴികൾ അവൻ യേശുവിനുണ്ട്. ഇവർ നിത്യജീവന്റെ മൊഴിയാ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ആരും ധനമോഹികളായിട്ട് ഇതിനകത്ത് വരരുത്. സമ്പന്നനാകാൻ വേണ്ടി ഇതിനകത്ത് ആരും വരല്ലേ. ആദ്യമേ ഞാൻ പറയാം, സമ്പന്നനാകാൻ വേണ്ടി ആരും വരല്ലേ. സ്തോത്രം പറഞ്ഞേ. നിത്യജീവൻ മരിച്ചാലും ഞാൻ നിത്യതയിൽ യേശുവിന്റെ കൂടെ. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. സംഗമമ്മ വലിയ ഭാഗ്യവതിയാണ് കേട്ടോ. അമ്മ മരിച്ചാലും നിത്യജീവനിലേക്ക്. സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ നോക്കിട്ടെ സമയമൊക്കെ പാടാൻ നമ്മള് രാജംബാസ് ഞാനൊക്കെ മതി.
സ്വരം, വേറെ പാട്ടുകാരൊന്നും വേണ്ട. അമ്മേ സ്വന്തം പറഞ്ഞു തന്റെ പിതാവിന്റെ അമ്മേ ആ നിര്യാണത്തിൽ നമ്മുടെ സഹോദരിമാർ തന്നെയാണ് അവിടെ ശുശ്രൂഷിച്ചത്. അമ്മേ ആ തമിഴ്നാട് ബോർഡറിൽ ഒരു ഇളക്കം ഉണ്ടായി. രാജൻ ഭാസ്കർ അമ്മയോട് പറഞ്ഞു, ഭാസ്കരേ ആ കടന്നു വന്ന സഹോദരിമാരെ പറ്റി ഇവിടെ സംസാരം ഉണ്ടായിരുന്നു. സ്വത്രം പറഞ്ഞേ ഏത് ടീമെന്ന് അറിയത്തില്ലല്ലോ. എത്ര നല്ല പ്രാഗൽഭ്യത്തോടു കൂടി അവർ ശുശ്രൂഷിച്ചു, പാട്ടുകളെ പാടിയ. സ്വത്രം പറഞ്ഞാൽ നമ്മുടെ സഭയ്ക്കകത്ത് കിട്ടിയ ഒരു അംഗീകാരമോ. സ്വത്രം പറ. എന്നെ പലരും വിളിച്ചിട്ട് ആ ശുശ്രൂഷിക്കുന്ന ദേവദാസിമാരൊക്കെ ഏത് ബൈബിൾ, ഞാൻ പറഞ്ഞു ഒന്നിനും പഠിച്ചിട്ടില്ല. സ്വത്രം പറഞ്ഞാട്ടെ. ഓ അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പലരും വളർത്താതിരിക്കുമ്പോ തിരുവല്ലേന്ന് വിളിച്ച ദിവസം പറഞ്ഞത്, പാസ്റ്റങ്ങളെ പലരും ഞങ്ങൾക്ക് പോലും അവിടെ സാക്ഷിയില്ലെന്ന്, അവിടുത്തെ സഹോദരിമാരുടെ ശുശ്രൂഷകളെ ഞങ്ങൾക്ക് വലിയ വിടുതല എന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ശുശ്രൂഷക്കാരൊക്കെ വെറുതെ ഇരിക്കല്ലേ, നിങ്ങളെ ശുശ്രൂഷ ജോലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളൊക്കെ നാട്ടിലെ പിളർക്കേണ്ടത് പിളർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു ദിവസത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? 2 ആഴ്ച കിട്ടുന്നുണ്ടല്ലോ, ഉപവസിക്കുന്നുണ്ടോ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി? ഉപവാസമുള്ള ശുശ്രൂഷയുടെ കേൾക്കുമ്പോ അറിയാം. ഹല്ലേലൂയ. ക്ലാസ് 3, 7, 21 ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ധനവുമാനവും ജീവനൊക്കെ എന്റെ പിന്നാലെ വരും. ഞാൻ അതിനു വേണ്ടിയല്ല. സ്തോത്രം. എന്റെ ശുശ്രൂഷയുടെ ജ്വലനം സ്തോത്രം കുറയരുത്. ജ്വലിച്ചുകൊണ്ടിരിക്കണം. എണ്ണ തലയിൽ കുറയരുത്. അഭിഷേക തൈലം എണ്ണ കുറയരുത്. അതായത് പ്രതികൂലം അത്രമാത്രം ഉണ്ടെന്ന് ഇന്നലെ അവൻ കല്ലാറിലേക്ക് പോയ ഭവനത്തിന്റെ സ്തോത്രം ആ വ്യക്തികൾ പറഞ്ഞു, തൊട്ടടുത്ത പാസ്റ്റും കുടുംബവും ഞങ്ങൾ ചെന്ന ഉടനെ മൈക്കിലല്ല സാധാരണ ശുശ്രൂഷിക്കുന്നത്, ഇന്നലെ മൈക്കിട്ട് ഇടിച്ചു മുഴക്കല് നമുക്ക് പ്രാർത്ഥിക്കാതെ വേണം. പുള്ളി അവര് പറയല്ലേ, സ്തോത്രം ഇവരാണ് ആദ്യത്തെ നമ്മുടെ എതിരാണ്. ഞാൻ ആര്? ഈ സഭയുടെ പാസ്റ്റും കുടുംബവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവര് കേക്കച്ച് എതിരായിട്ട് പ്രാർത്ഥിക്കുമെന്ന്. അതൊരു ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. എനിക്ക് അല്പസമയം കഴിഞ്ഞപ്പോ പാസ്റ്റിന്റെ മദർ വന്ന് അവിടെ വന്ന് കറങ്ങാൻ തുടങ്ങി. എനിക്കപ്പം മനസ്സിലായി ഇത് കറക്റ്റാ. ഈ ജനങ്ങൾ വന്ന് നിപ്പുണ്ട്, ഇവർക്ക് അറിഞ്ഞുകൂടെ ഇത് ഞങ്ങൾ കാണുന്നത്. ഈ തള്ളയ്ക്ക് അറിഞ്ഞുകൂടെ ഞങ്ങൾക്ക് കാണാം. ഈ തള്ള വന്ന് ഇങ്ങനെ നിൽക്കണ കാണാന്ന്. കാരണം ഇത്രയേ ഉള്ളന്നേ. ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇത് സഭ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ക്യാൻസർ സൗഖ്യമായ ആ സഹോദരിയുടെ കാര്യം പറയുന്നു. ഈ സ്ഥലം ദൈവമക്കളെ ഞാൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്ന് ചോദിച്ചു. അത് ഇത്ര സെന്റ് ഉണ്ട് പാസ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. കാരണം ഇവര് പറയല്ലേ, ഈ എതിരിന്റെ മധ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കണോ. സ്വത്രം പറഞ്ഞാട്ടെ. കാരണം ഒരു നല്ലൊരു ശതമാനം അഡ്വാൻസ് ഓൾറെഡി ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവര്. ബാക്കി കൂടെ കൊടുത്താൽ ദൈവമക്കളെ എതിരിന്റെ മധ്യത്തിൽ വളർത്തും ദൈവം. നിനക്ക് ആഗ്രഹമുണ്ടോ ഇതിന്റെ മധ്യത്തിൽ വളരണമെന്ന്? ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. എതിര് പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കട്ടെ. അവര് ഓടണത്തിൽ പുല്ല് പോലെ കുരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമ്മളെ ഉയർത്തും, നമ്മളെ മാനിക്കും. പറഞ്ഞേ, നമ്മുടെ ശത്രു മന്ത്രവാദികളല്ല, നമ്മുടെ ശത്രു ശമനവാദികളല്ല, നമ്മുടെ ശത്രു ആഭിചാരകന്മാരല്ല. നീ പിളർക്കേണ്ടത് പിളർന്നില്ല. മുമ്പിൽ ഇറങ്ങും റാഞ്ചൽ. ഒരു ഭാഗ്യ നിന്റെ കൂടാരത്തിൽ വരൂലെന്ന് പറഞ്ഞിട്ട് വന്ന നിന്റെ കുറ്റമാ, എന്റെ കുറ്റമാ. ഒന്ന് ഭയങ്കര ഷീറ്റിൽ വരച്ചിരുന്നു, അത് എന്റെ കുറ്റമാ. സ്വത്രം പറ. കിടക്കുമ്പോ കാലി പിടിച്ച് അങ്ങോട്ട് വലിയത്, അത് നിന്റെ കുറ്റമാ. സ്വത്രം പറ. ഞെട്ടി വേണം, അത് നിന്റെ കുറ്റമാ. അത് വയസ്സല്ലോ പാസ്റ്ററെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്, വീട്ടിലൊന്നുമില്ല, അത് നിന്റെ കുറ്റമാ. വയസ്സല്ലോ അടുത്ത അയൽവക്കത്തിനക്കാർ പിടിക്കാതെ നീ പിളർക്കേണ്ടത് പിളർക്കേ. നിന്റെ കാണുന്നതിന് മാറട്ടെ. തണുപ്പും കൂടാണ്ട് എല്ലാം കറങ്ങി വിട്ടായിരിക്കും. പുലർക്കാത്തത് കൊണ്ടാണ് നീ ഉറങ്ങുന്നത്. പടങ്ങളും കണ്ട് രാവിലെ ആണെങ്കിൽ ബെസ്റ്റ് ആക്കി ഇട്ടോണ്ടിരിക്കുന്നത് എന്റെ മോൻ. എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റും. സ്തോത്രം പറഞ്ഞു. എന്റെ മോനാണെങ്കിൽ ഒരു ബോധമില്ല, പ്രാർത്ഥിക്കരുത് പപ്പ പ്രാർത്ഥിക്കുക.
ടി വി കണ്ട അല്ലേ ഞായറാഴ്ച അങ്ങനെ ഒരു ചിന്ത വേണ്ട. ആലോചിച്ച് നോക്കിയ സ്തോത്രം പറഞ്ഞു നമ്മളൊക്കെ ഏതിലോട്ട് വലിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞാൽ പിശാചിരിക്കണം. അവർക്കിപ്പോ എന്റെ പഴയ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രാർത്ഥന വരുമോ പറ നിങ്ങളൊന്ന് പറ. സ്തോത്രം പറഞ്ഞേ ജീവി തന്നതും ദൈവം, പക്ഷെ അതിനകത്തൂടെ പറഞ്ഞതാ നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ ഇടാതിരിക്കുക. പപ്പയുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നീ നിൽക്കരുത്. എന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം നിരക്കാ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തലമുറകളെ ഈ നാളുകളിൽ പിളർക്കേണ്ടതിനെ പിളർന്നുകൊണ്ട് വിശത്തിലെ മഞ്ഞുതുള്ളികളെ പോലെ നമ്മുടെ യൗവനക്കാരൻ തലമുറകളെ പിടിച്ചെടുത്ത് ഈ നാളുകൾ ഗാഠനിദ്രകളൊക്കെ പുറത്ത് രീതികളെല്ലാം കുടുംബത്തിന് പുറത്തു പോകണം. വ്യക്തികളെ ശരീരത്തിന് പുറത്തു പോകട്ടെ. നമ്മുടെ തലമുറകൾ അവകാശികൾ നോക്കണേ. അവകാശത്തിന് വേണ്ടി തുടങ്ങിയ അധ്യായം അല്ലേ, സന്തതിക്ക് വേണ്ടി തുടങ്ങിയതാ. നിൽക്കുന്നത് എവിടെ? പ്രവാസത്തിന് 400 കൊല്ലം. അപ്പൻ ചെയ്ത ഒരു ഒറ്റ കാര്യം, മക്കളെ 400 കൊല്ലം കണ്ടോ. പിതാക്കന്മാർ ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞോണം, അമ്മമാർ ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞോണം. നിന്റെ തലമുറ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നീ പിളർക്കാൻ തയ്യാറാണോ? ഏറ്റു പറയാൻ തയ്യാറാണോ? ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കണ്ണുകളെ മൂടാ ഒരു നിമിഷം. ഒരു പക്ഷെ കണ്ണുകളെ മൂടിയാട്ടെ. 2-ാം മണി നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നോട് ഇടപെടുകയാണ്. പല സഭയിൽ കൂട്ടിയിട്ട് പോയപ്പോ ഈ സമയത്തും നീ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ തൊടാൻ വേണ്ടിയാ. ദൈവ സന്ദർശനം നീ ഏൽപ്പിച്ചു കൊടുക്കേ. ദൈവം നിന്നോട് വാദിക്കുന്ന മണ്ഡലത്തെ ദൈവം അഴിക്കാൻ പോകും. നിന്റെ മേൽ കിടക്കുന്ന അന്ധതവസ്ഥകളെ, നിന്റെ മേൽ കിടക്കുന്ന ഭീതികളെ, നിന്റെ മേൽ കിടക്കുന്ന അന്യായമായി ഇറങ്ങിയ ആ റാഞ്ചനകളെ മാറാൻ പോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഒന്ന് ആത്മാവിലൊന്ന് ദർശിച്ചേ. ഓ, ഇനിയും പിളർക്കാനുണ്ടോ എന്റെ ജീവിതത്തിനകത്ത്? ഇനിയും ഏറ്റു പറയാൻ എന്റെ ജീവിതത്തിനകത്തുണ്ടോ എന്ന് ഹല്ലേലൂയ ഒന്ന് ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുകയാ. എന്റെ സന്തതി 400 കൊല്ലം പ്രവാസത്തിലേക്ക് പോകാൻ 4 മിനിറ്റ് അല്ലെങ്കിൽ 4 കൊല്ലമാണെങ്കിലും 40 കൊല്ലമാണെങ്കിലും 1 കൊല്ലമാണെങ്കിലും പ്രവാസത്തിലേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നീ ഏറ്റു പറയാൻ തയ്യാറാണോ? പല രീതിയിലും അടുപ്പത്തിൽ കണക്കിയല്ലേ സന്തതികൾ. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വിശുദ്ധ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധന, ഈ പെട്ടകത്തിന്റെ ശുശ്രൂഷ, ഈ സങ്കീർത്തന പ്രബോധനങ്ങൾ ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് വരികയാണ്. 110-ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ നിന്റെ ശത്രുക്കളെ എന്ത് ചെയ്യും? നിന്റെ പാദപീഠമാക്കും. ഈ ദൂതി തുടങ്ങിയതാ, ദേവദാസ് തുടങ്ങിയതാ. ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാ. പാദപീഠമാക്കുമെന്ന് എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? എന്റെ ശത്രുവിനെ ഇന്ന് പകൽക്കാലം എന്റെ പാദപീഠമാക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ വരെ നീ അവന്റെ പാദപീഠത്തിൽ, ഇന്ന് നീ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്നുകൂടെ ഒരുങ്ങാൻ തയ്യാറാണെങ്കിൽ, ഒന്നുകൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരും. വഴി മുടക്കി നിൽക്കുന്ന ചില വിഷയങ്ങൾ, നന്മയ്ക്ക് വിരോധമായി വഴി മുടക്കി നിൽക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധ പറയുന്നു. ആ വഴി മുടക്കിയ സന്തതികളെ, വഴി മുടക്കിയ നന്മ കാണത്തില്ല, നന്മ കൊടുക്കത്തില്ല, ആത്മീയത്തിൽ വിടത്തില്ലെന്ന് പറഞ്ഞ് വഴി മുടക്കി വെച്ചിരിക്കുന്ന സ്വന്തം പറഞ്ഞേ നല്ല കുടുംബ ജീവനം കിട്ടത്തില്ല, നല്ല ഭാവി ജീവിതം കിട്ടത്തില്ല. ഞാൻ നല്ലൊരു ആത്മീയൻ അവൻ ആക്കത്തില്ല, ഞാൻ നല്ലൊരു ആത്മീയൻ അവളെ ആക്കത്തില്ല എന്ന് പറഞ്ഞു വഴി മുടക്കി അന്ധകാരമുണ്ടെന്ന് ദൈവം മാറ്റാൻ പോവുക. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്റെ മക്കൾ ഉൾപ്പെടെ ഞാൻ പറയുക, എന്റെ മക്കൾ ഉൾപ്പെടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അതേ അബ്രഹാം സന്തതിയില്ല എന്ന് തുടങ്ങിയതാ, പക്ഷെ സന്തതി എവിടെ കിടക്കുക? അടിമത്വത്തിൽ 400 കൊല്ലം കണ്ടോ? നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ കിട്ടിയിട്ട് ശാപം വന്ന് വീണോ? സ്തോത്രം പറഞ്ഞേ. വാഗ്ദത്തം യോസേഫിനുണ്ടായിട്ടും 20 കൊല്ലം കഷ്ടപ്പെട്ടില്ലേ?
അപ്പന്റെ അനുഗ്രഹവും ജേക്കന്റെ അവകാശവും തട്ടിപ്പറിച്ച യാക്കോബ് 20 കൊല്ലം കഷ്ടപ്പെട്ടില്ലേ? സകലതും വിട്ട പത്രോസാ, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ പിന്നിൽ അന്ന് നടന്നു തുടങ്ങിയതാ. അവസാനം ഒരു ശിഷ്യന്മാരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തത് കണ്ടോ? 3 വട്ടം തള്ളിപ്പറഞ്ഞു എന്റെ നാഥനെ. നിന്റെ ആരംഭം എങ്ങനെയാ? നിന്റെ അവസാനം എങ്ങനെയാ? ഏറ്റെടുത്താട്ടെ, ഈ ചൂടുകൾ ഏറ്റെടുത്താട്ടെ. മാറിയാലും ഉടയവർ നീങ്ങിയാലും യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും മാറും മാറും മനുഷ്യരെല്ലാം മറന്നിടും മധുരവാക്കു ചൊരിഞ്ഞവരോ പോയിടും മാറും മാറും മനുഷ്യരെല്ലാം മറന്നിടും മധുരവാക്കു പറഞ്ഞവരോ പോയിടും. യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും മാറും മാറും മനുഷ്യരെല്ലാം മറന്നിടും മധുരവാക്കു ചൊരിഞ്ഞവരോ മരണം പോയിടും മാറും മാറും മനുഷ്യരെല്ലാം മറന്നിടും മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും. ഒരുപാടൊന്നും ചർച്ചയാണെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇത് ലൈവ് അല്ലേ? ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിസരത്ത് ലൈവാണ്. ഒന്നുമില്ലെങ്കിൽ അടുത്തൊരു ലൈവാണ്. ഹല്ലേലൂയ. ഞാനിരിക്കുന്നത് കറണ്ട് പോയിട്ട് വിട്ടു കളഞ്ഞില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉറ്റവർ മാറും, ആമേൻ. ഉടയവർ മാറിപ്പോകും. ഉടയവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അപ്പനും അമ്മയൊക്കെ വിട്ട് കളയും. ആമേൻ. ഉറ്റവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മോ നീതു ഇരിക്കാൻ പോലെ അരയും ചക്കരയും പോലെ ഇരിക്കും. പക്ഷെ അതുവരെ അകലും. സ്തോത്രം പറഞ്ഞു. പക്ഷെ യേശുവിന്റെ സ്നേഹമോ മാറില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം പറയട്ടെ. കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ഒരു കരച്ചിലുണ്ട്, അപ്പനെയും അമ്മയും വിട്ടുപോകും. ഞാൻ ആദ്യം എന്റെ ചേച്ചിയാണ് പരീക്ഷിച്ചത്. അപ്പൊ അവിടം തൊട്ട് ഈ പരീക്ഷണം ഞാൻ നടത്തി. സക്സസ് ആയത് എന്റെ വീട്ടിലാണ്, എന്റെ കുടുംബത്തിലാണ്. സരിതയും വെള്ളനാട് രജിസ്റ്റർ ഓഫീസിൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് എന്റെ അമ്മ വന്നെന്നെ കൊത്തി ഓട്ടിക്കും. സരിത ഈ കരച്ചിലൊന്നും പിന്നെ കണ്ടില്ല. സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇതിലൊന്നൊരു കാര്യമില്ല. മാറും, ഉടയവരൊക്കെ മാറും. പക്ഷെ യേശുവിന്റെ സ്നേഹം മാറത്തില്ല. അത് കൊത്തി ഓട്ടിച്ചാലും പോകത്തില്ല. വ്യക്തതള്ള മറന്നാലും മറക്കാത്തൊരു നാദനം ഇന്ന് ഈ അമേൻ വിശുദ്ധ ആരാധനയ്ക്കകത്ത് അമേൻ പിളർക്കേണ്ടതെല്ലാം പിളർന്നുകൊണ്ട്, പണിയേണ്ടതെല്ലാം പണിഞ്ഞുകൊണ്ട്, അമേൻ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ട നമ്മുടെ സന്തതികൾ പ്രവാസത്തിലേക്ക് ആരുടെ സന്തതി പോകരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ സന്തതികളൊന്നും പ്രവാസികളെ അടിമത്വത്തിലല്ല, മറിച്ച് നമ്മുടെ സന്തതികളൊക്കെ എവിടെയാ? സ്തോത്രം. നീതി സൂര്യൻ യോഗോപശാന്തിയോട് തൊഴുത്തിൽ വരുമ്പോ പശുക്കിടാവ് തുള്ളിച്ചാടുന്ന ഒരു ആത്മാവിന്റെ എരിവോടുകൂടി ആത്മദാനത്തിൽ പവറായിരിക്കുന്ന സന്തതികളായി നിൽക്കണം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ 110ാമത്തെ സങ്കീർത്തനവും അമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമേൻ. പെട്ടകത്തിന്റെ ശുശ്രൂഷയും ഏറെ വിടുതലും അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ മൂടാ. ഇന്ന് ലൈവിൽ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് എല്ലാവരും
കരമൊന്ന് കോർത്താട്ടെ. നമ്മളെല്ലാവരും ഈ 2 ലൈവ് പോയി, എല്ലാവരും ദൈവം എന്നുള്ള ചാനലും ബെഥസ്ത എന്നുള്ള പ്രിയ ഗീത സഹോദരിയുടെ ചാനൽ 2ാമത് ലൈവ് കൊടുത്തിരിക്കുകയാണ്. ഈ അതിന് ആളുണ്ടോ സിസ്റ്റർ? ആളുണ്ട്, നമ്മുടെ റോബിൻസൺ പാസ്റ്റർ വരെ ഉണ്ട്. എല്ലാവരും ഇപ്പോ ഈ ഓൺലൈനിനകത്ത് ഉള്ള നേരത്തെ എല്ലാവരും ദൈവം എന്ന ചാനലിനകത്തും ബെഥസ്ത എന്നുള്ള ചാനലിനകത്തും അവൻ ഇപ്പോൾ ലൈവിലായിരിക്കുന്ന വ്യക്തികളെ നമ്മുടെ കരം കൊടുത്തു. നമ്മുടെ സുഹൃത്തുക്കാർ കരം കൊടുക്കാണ്. മക്കളെ അവിടെ ചെന്ന ബാങ്കിക്ക് കരം കൊടുത്തു കൊടുത്തേ. അവിടെ കടന്നു പോയിരിക്കെ ഇപ്പൊ രാജൻ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രം അവൻ ഈ 2 ചാനലിലും ലൈവിലും ഉണ്ടായിരുന്നവർക്ക് വേണ്ടി അദ്ദേഹം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓക്കെ, എല്ലാവരും കണ്ണടച്ചാട്ടെ, ഞാൻ സംസാരിക്കരുത്. ആശീർവദിക്കുകയും ഞങ്ങൾക്കാക്കുകയും സംരക്ഷിക്കുകയും പപ്പായി ഞായറാഴ്ച പൽക്കാലം കർത്താവേ, ഇത്രയും സമയം കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ ആരാധന ദൈവമേ, ഹല്ലേലൂയ. നിങ്ങളുടേതായ പ്രസംഗങ്ങള് കർത്താവേ, അങ്ങയുടെ വചനങ്ങള് ദൈവമേ, ഇതെല്ലാം കേട്ടുകൊണ്ട് കർത്താവേ, ദേശം ദേശമായി പപ്പ, രാജ്യം രാജ്യമായി, ഹല്ലേലൂയ, ഓൺലൈൻ മീഡിയ വഴി കർത്താവായ ദൈവമേ, ഇതാരെല്ലാം കാണുന്നു, ഇതാരെല്ലാം ഗ്രഹിക്കുന്നു, ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായി കർത്താവായ ദൈവമേ, ഇതെല്ലാം കേട്ട് ഗ്രഹിക്കുന്നുവോ ആ ഓരോ വ്യക്തി ജീവിതത്തെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കർത്താവേ, പപ്പ, ബുദ്ധിമുട്ടുകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലുമായിരിക്കുന്ന ജനങ്ങളുണ്ട്. പപ്പ, എന്റെ അപ്പന്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചതായ വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവായ ദൈവമേ, നിങ്ങൾക്കൊരു ഭവനമില്ല, ആ ഭവനം പണിയുവാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചതായ വ്യക്തികളുണ്ട്. കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞതായ വ്യക്തികളുണ്ട്. ഇവരെയെല്ലാം കർത്താവായ ദൈവമേ, അവിടുന്ന് ഹല്ലേലൂയ, അവിടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവേ, ഇരട്ടിയായി ദൈവമേ, ഹല്ലേലൂയ, അവിടെ അപ്പന്റെ മദ്യപാനം മാറുവാൻ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കയറി കിടക്കുവാൻ തലചായ്ക്കുവാനായി ഒരു ഭവനം കർത്താവ് ചോദിച്ചവരുണ്ട്. അവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. അപ്പൊ ഇത്രയും വേഗം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കർത്താവായ ദൈവം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. എന്റെ ദൈവം മറ്റു ഹല്ലേലൂയ പ്രാർത്ഥന വിഷയമെല്ലാം വച്ചിരിക്കുന്നതായ ഓരോ വ്യക്തികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അതിലുപരിയായി എന്റെ ദൈവമേ, ഈ വചനങ്ങൾ കേട്ട് കർത്താവിനെ ഹല്ലേലൂയ ഹൃദയപൂർവ്വം ഹല്ലേലൂയ അപ്പൊ സ്വീകരിച്ച് എന്റെ അപ്പന്റെ രാജ്യം ചേരുവാൻ തക്കവണ്ണം ഓരോ ഉള്ളത്തെയും ദൈവമേ, അവിടെ നിന്ന് ഹല്ലേലൂയ അസ്ഥിമാംസ മജ്ജകളെ തുളയ്ക്കുന്ന അവിടുത്തെ വചനത്താൽ സൗഖ്യം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ എന്റെ വചനമായി സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ ആ വചനം ഹല്ലേലൂയ അത് നിറവേറുവാൻ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ, ദൈവമേ, എല്ലാത്തിനും ഉപരിയായി കാണിക്കപാത്രം വലുത് എന്ന് കമന്റിട്ട ഹല്ലേലൂയ, സ്തോത്രം, സുമാ ജോർജ് എന്ന് പറയുന്നതായ ആ സഹോദരിയെ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. പപ്പ, ഈ പാത്രം വലുതാണെങ്കിലും ഹല്ലേലൂയ അതിനേക്കാളും വലുതാണ് ഞങ്ങളുടെ ഉള്ളങ്ങൾ തിരിച്ചറിയുവാൻ. അതിനേക്കാളും വലുതാണ് ദൈവമേ കർത്താവിന്റെ സഭയെ തിരിച്ചറിയുവാൻ. കർത്താവെ, അതിനേക്കാളും വലുതാണ് എന്റെ യേശു തിരിച്ചറിയുവാൻ. കർത്താവെ, ദൈവമേ, ആ ഹൃദയ കർത്താവെ അവിടുന്ന് രൂപാന്തരം കൊടുത്ത് ദൈവമേ അവിടുന്ന് മാനിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ പകയ്ക്കുന്നവരെ ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ പറഞ്ഞ ദൈവം ഹല്ലേലൂയ പപ്പ, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തെ, അവരുടെ മക്കളെ, അവരുടെ ഭവനത്തെ കർത്താവേ ഹല്ലേലൂയ ഇരട്ടിയായ കർത്താവേ അവരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ, എന്റെ ദൈവം ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കും. മറ്റ് ഹല്ലേലൂയ അശ്ലീലമായ കമന്റിട്ട് ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ കരയിപ്പിച്ചതായ, മനസ്സ് വേദനിപ്പിച്ചതായ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാവരെയും ആശീർവദിക്കണം കർത്താവേ. കണ്ണുനീർ തൊങ്ങുമ്പോൾ മനസ്സറിയുന്ന നാഥൻ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അവിടുത്തെ വീണ്ടും വരവിൽ ചെറുപ്പെടുവാൻ കർത്താവേ ഈ വചനം ദൈവമേ അവിടെ ഉള്ളത് കർത്താവ് ഒരുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. മാനവ കഴിച്ചു അപ്പനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേതോന്ന് കേട്ട് അത്ഭുതം ചെയ്യണം സ്വർഗീയ പോലും തമ്പുരാനെ. ആമേൻ. കരവും ശബ്ദം ഉയർത്തി 3 ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും സമയം നമ്മുടെ 2 ലൈവിലും ഉണ്ടായിരുന്ന മുഴുവൻ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ജാതിയിൽപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇനി സ്തോത്രം സാക്ഷ്യത്തിന്റെ സമയമാകുന്നു. ആമേൻ.